നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇറ്റാലിയൻ സീരിയയിൽ ഇത്തവണത്തെ കിരീട പോരാട്ടം ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണല്ലോ പോയത്. അവസാന ദിവസം ആ കിരീടം നാപ്പോളി ചൂടിയിരിക്കുന്നു. ഇന്ററിൻ്റെ സ്വപ്നം ഫലിച്ചില്ല, അവരുടെ സ്വപ്നം പൊലിഞ്ഞുപോയി. കാരണം രണ്ട് ടീമും അവസാന കളി വിജയിച്ചു. ഇന്ററിന് കിരീടം ചൂടണമെങ്കിൽ നാപ്പോളിക്ക് പോയിന്റ് ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. നാപ്പോളി പോയിന്റ് ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. ഇന്റർ വിജയിക്കുകയും ചെയ്യണമായിരുന്നു. ഇന്റർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് കോമോക്കെതിരെ വിജയിച്ചു. പക്ഷേ കാഗ്ലിയാരിയെ നാപ്പോളി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മാക്ടോമിനായി 42-ാമത്തെ മിനിറ്റിൽ എന്തൊരു ഗോളായിരുന്നു അത്! ബോക്സിലേക്ക് വന്ന പന്ത് ഒരു അക്രബാറ്റിക് ഷോട്ടിലൂടെ അദ്ദേഹം വലയിലേക്ക് എത്തിച്ചു. പിന്നെ ലുക്കാക്കുവിൻ്റെ വകയും ഒരു ഗോള്. എന്നാലും യുണൈറ്റഡിൻ്റെ അവസ്ഥ വല്ലാത്തത് തന്നെയാണ്. അവിടം വിട്ടു പോയവർ ഇപ്പോൾ ഇന്നലെ ആൻ്റണിയുടെ കിടിലൻ ഗോള്, മാക്ടോമിനയുടെ ഗോള് എല്ലാം കൊണ്ടും യുണൈറ്റഡിൻ്റെ തിരിച്ചടിയാണ്. അവിടം വിട്ടു പോകുന്നവർ മികവിലേക്ക് പോവുകയും ചെയ്യുന്നു. ഏതായാലും നാപ്പോളി 2-0 വിജയിച്ചതോടെ സീരിയയിലെ കിരീടം അങ്ങ് സ്വന്തമാക്കി. 38 കളികളിൽ നിന്ന് 82 പോയിൻ്റാണ് അവർക്ക്. 38 കളികളിൽ നിന്ന് 81 പോയിൻ്റാണ് ഇന്റർ മിലാൻ ഉണ്ടായിരുന്നത്. സോ ഒറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് ആ കിരീടം അവർ സ്വന്തമാക്കുന്നത്. ആന്റോണിയോ കോണ്ടെ, അത് നമ്മൾ എടുത്തു പറയണം അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി കിരീടം ചൂടിയിരിക്കുകയാണ്. 5-ാമത്തെ സീരിയ കിരീടമാണ് അദ്ദേഹത്തിന്. ഇത് 2012-ലും 2013-ലും 2014-ലും അദ്ദേഹം യുവൻറ്റസിനോടൊപ്പം സീരിയയിൽ കിരീടം ചൂടി. 2021-ൽ ഇന്റർ മിലാനോടൊപ്പം കിരീടം ചൂടി. 2025-ൽ ഇതാ നാപ്പോളിയോടൊപ്പം കിരീടം ചൂടിയിരിക്കുന്നു. പ്രീമിയർ ലീഗിലും ഒരു വട്ടം അദ്ദേഹം കിരീടം ചൂടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 6 ലീഗ് കിരീടങ്ങളായിരിക്കുന്നു അന്റോണിയോ കോണ്ടെ എന്ന ലോകോത്തര കോച്ചിന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.